നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഈ ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കൂ. സർവചരാചരങ്ങളോടും ഭൂമി മാതാവിനോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത നമുക്ക് രേഖപ്പെടുത്താം. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാൽ വിരലുകളിലൂടെ കാൽപാദങ്ങളിലൂടെ ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ഈ കണ്ടീഷൻ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. വീണ്ടും എല്ലാവരെയും സഹജമാർഗ് ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഈ ഡിസ്കഷൻസ് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ, അത് അനുഭവതലത്തിൽ കൊണ്ടുവരാനും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഹാർട്ട്ഫുൾനെസ് സിസ്റ്റം നമ്മളെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിൽ ആധ്യാത്മികമായിട്ടുള്ള ആ ചിറക്, വിങ്, അതിലൂടെയാണ് നമ്മൾക്ക് മനസ്സിനെ ഉയർത്താനുള്ള ആ കഴിവുകൾ ലഭിക്കുന്നത്. അത് നമുക്ക് നമ്മുടെ ജാഗ്രത അവസ്ഥയിലുള്ള ഭൗതിക ജീവിതത്തിൽ ഭൗതിക ചിറക് എന്ന് സഹജമാർഗത്തിൽ പറയുന്നു, അതിൽ നമ്മൾ ഉപയോഗിക്കണം. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ കർമ്മയോഗം എന്നുള്ള സിദ്ധാന്തത്തിൽ ഇത് വളരെ ഭംഗിയായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. ആത്മസംയമം നേടിയിട്ടുള്ള ഒരു വ്യക്തി ആ സംയമം ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യണം. കാമക്രോധ ലോഭ മോഹങ്ങളില്ലാതെ, വെറുപ്പില്ലാത്ത ഒരു ജീവിതം ഇവിടെ കാഴ്ചവെച്ചിട്ട് സ്വയം തിരിച്ചറിയണം, ഞാൻ ഉയർന്നു എന്നുള്ളത്. അതാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്, മാനസികമായിട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ വേണം. അവിടെയാണ് ആധ്യാത്മികമായിട്ടുള്ള വിങ് നമ്മളെ സഹായിക്കുന്നത്. അത് നമുക്ക് ആ ഒറിജിനൽ
അബ്സല്യൂട്ട് സ്രോതസ്സിലേക്ക് കണക്ഷൻ കിട്ടുമ്പോൾ വളരെ വ്യക്തമാകുന്നു. നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ട്. ലക്ഷ്യം ഒരു ഐഡിയ ആയിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. അത് ചിലപ്പോൾ അൺവൈൻഡ് ചെയ്ത് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആവില്ല. പക്ഷേ ആ ലക്ഷ്യത്തിൽ നമ്മൾ സന്തോഷവും സമാധാനവും ശാന്തിയുമാണ് കാണുന്നത്. അതാണ് നമ്മുടെ ശരിക്കുമുള്ള ലക്ഷ്യം. അതുതന്നെയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ലക്ഷ്യത്തിൽ നമ്മൾ ആദ്യം തന്നെ കണക്ഷൻ ലഭിച്ചിരുന്നെങ്കിൽ നമുക്കിത് വളരെ എളുപ്പമായിരുന്നു. ഇതാണ് ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾക്ക് ലഭിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ആ കണക്ഷൻ തരികയാണ്. എന്നിട്ട് ആ ലക്ഷ്യം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂടുതൽ 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 പ്രകടമാക്കുമ്പോൾ അത് നമുക്ക് തന്നെ ക്ലിയർ ആവും. അപ്പോൾ അതിനാണ് നമ്മൾ കർമ്മയോഗ സിദ്ധാന്തം, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, കർമ്മയോഗം ആണ് സന്യാസത്തിനേക്കാളും വലുത്. പക്ഷേ കർമ്മയോഗം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ തരത്തിലുള്ള ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ലക്ഷ്യത്തിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതം ആണ് കർമ്മങ്ങൾ ചെയ്യുക. അപ്പോൾ യോഗയുക്തനാവണം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വിങ് എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന എല്ലാ ഇൻഫോർമേഷനും എല്ലാ അറിവും വരുന്നത് ആ സ്രോതസ്സിൽ നിന്നാണ്, സ്പിരിച്വൽ വിങ്ങിലൂടെയാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ഒരു സെല്ലായിട്ട് കിടന്ന ഒരു കാലുണ്ട്. അച്ഛൻ്റെ സ്പേമും അമ്മയുടെ അണ്ടവും യോജിച്ച് ആ തലത്തിൽ നിന്നും ആ സെല്ല് ക്രമേണ വലുതായി പലതരത്തിലുള്ള കോശങ്ങൾ രൂപീകരിച്ച് ഒരു മനുഷ്യ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നു. എങ്ങനെയാണിത് സംഭവിച്ചത്? അതിൻ്റെ അറിവ് എവിടെ നിന്നാണ് വന്നത്? അപ്പോൾ അതിൽ വേറൊരു എലിമെൻ്റ് അവിടെ ഉണ്ട്. ലൈഫ് എന്നുള്ളൊരു എലിമെൻ്റ് ഉണ്ട്. ആ ലൈഫ് കടന്നു വരുന്നതോട് കൂടിയിട്ടാണ് അവിടെ കോൺഷ്യസ്നസ് വരുന്നത്. പിന്നെയാണ് ശരീരം രൂപീകരിക്കപ്പെടുന്നത്. നമ്മൾ കുട്ടിയായി ജീവിക്കുമ്പോൾ, അമ്മയുടെയും അച്ഛൻ്റെയും കുടുംബാംഗങ്ങളെയും സംരക്ഷണത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ആകെ കിട്ടിയിരുന്ന ധനം സ്നേഹമായിരുന്നു. നിഷ്കളങ്കതയാണ് കുട്ടിക്കാലത്തെ സ്വഭാവം എന്ന് നമ്മൾ പറയും. അതിർവരമ്പുകളില്ല. ഒരു കുട്ടിക്ക് വ്യത്യാസങ്ങളില്ല. എല്ലാവരെയും ഒരുപോലെ കാണുന്നു. അമ്മയാണ് ആദ്യത്തെ കണക്ഷൻ. പക്ഷേ കുട്ടിക്ക് എല്ലാവരെയും ഒരേപോലെയാണ് കാണുന്നത്, സെപ്പറേഷൻസ് ഇല്ലാത്ത. അപ്പോൾ അതാണ് നോളജിൻ്റെ ഒരു തലം. അതിനേക്കാളും മുമ്പ്, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഇതിനേക്കാളും എക്സ്പാൻഡഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ എക്സ്പാൻഡഡ് ആയിട്ടുള്ള ആ കോൺഷ്യസ്നസ്, അതിൻ്റെ പൊട്ടൻഷ്യാലിറ്റി, അത് നമ്മുടെ കയ്യിൽ സമ്പത്തായിട്ട് എടുത്തിട്ടാണ് ഈ ഭൂമിയിൽ വരുന്നത്. ഇത് നിങ്ങൾ ഉപയോഗിക്കും. ഇത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യും. എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ അഹംബോധം പ്രകടമാകുമ്പോൾ, നമ്മൾ ഞാൻ എന്ന് പറയാൻ തുടങ്ങുന്നത് തന്നെ 2, 3, 4 വയസ്സൊക്കെ കഴിയുമ്പോഴാണ്. അതുവരെ ഞാനെന്നും കൂടി പറയില്ല. അപ്പോൾ ഈഗോ എന്നുള്ള ഈ മാധ്യമം, ശരിക്കും അഹംബോധം എന്ന് പറയുന്നത് ഒരു മാധ്യമമാണ്. ആ സ്നേഹത്തെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ളൊരു മാധ്യമമാണ്. ആ പൂർണ്ണമായിട്ടുള്ള സ്നേഹം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അഹംബോധം അതിൻ്റെ ചാലുകളിലൂടെ പല പേഴ്സണാലിറ്റീസിലൂടെയും പ്രകടമാവുമ്പോഴും ആ സ്നേഹം തന്നെ നമ്മളിലൂടെ ഒഴുകണം. ഓരോ ആക്ടിവിറ്റിയിൽ ആ പെർഫെക്ഷൻ കൊണ്ടുവരണം. ഇപ്പം ഈഗോ ഒരു മാധ്യമം മാത്രമായിട്ട് അവിടെ നിൽക്കണം. സെൽഫിഷ്നെസ് ഉണ്ടാവരുത്, സെൽഫ് ഉണ്ടാവണം, സെൽഫ് ലൈക്ക് ആവണം എന്ന് സഹജമാർഗത്തിലെ മാസ്റ്ററായിട്ട് ചാരിജി മഹാരാജ് പറയുന്നു. ആ ഒറിജിനൽ സെൽഫ് ലൈക്ക് ആയിട്ടുള്ള ജീവിതം. നമ്മൾ നമ്മുടേതായിട്ടുള്ള ക്രിയേഷനിലേക്ക് തിരിയുമ്പോൾ ഫ്ലോന് ബ്ലോക്ക് വരുന്നു. നമ്മൾ പലതിനും അറ്റാച്ച്മെൻറ്റ് കൊടുക്കുന്നു, പലതിന് പ്രാധാന്യം കൊടുക്കുന്നു. ചിലത് പ്രധാനങ്ങളല്ലാതെയാവുന്നു. നമ്മുടേതും മറ്റുള്ളതും എൻ്റേതും വേറെയും എന്ന് അത് എറണസ് എന്നുള്ള സ്വഭാവം വരുന്നു. കുട്ടികൾ കളിപ്പാട്ടത്തിന് വേണ്ടി തല്ലുപിടിക്കാൻ തുടങ്ങും. വലുതാകുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് കൂടിക്കൂടി വരുന്നു. സഹോദരന്മാർ തന്നെ മല്ലിടാൻ തുടങ്ങുന്നു. ഒടുക്കം പേരൻസിനെ തന്നെ വിസ്മരിക്കുന്നു. എന്താണ് കാരണം? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ അതിർവരമ്പുകൾ സൃഷ്ടിച്ചിരിക്കുന്നു, അറ്റാച്ച്മെൻറ്റ്സ് കാരണം.
അപ്പോൾ നമ്മളൊരു തിരിച്ച് പോക്ക് ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ള ആദ്യത്തെ ആ പൂർണ്ണമായിട്ടുള്ള അറിവിനെ നമ്മൾ അതിബോധ മനസ്സ് എന്നൊക്കെ പറയുന്നു, സൂപ്പർ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ജാഗ്രത അവസ്ഥയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഈ ബോധത്തിനെ നമ്മൾ കോൺഷ്യസ്നസ് പറയും, കോൺഷ്യസ്. അപ്പോൾ ഈ കോൺഷ്യസ് ആയിട്ട് ബോധത്തോടെ ജീവിക്കുന്ന ഈ സ്റ്റേറ്റിൽ തന്നെ പൂർണ്ണമായിട്ടുള്ള സ്നേഹം എന്നുള്ള ആ സൂപ്പർ കോൺഷ്യസ് സ്റ്റേറ്റ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം. എവിടെയാണ് തടസ്സങ്ങൾ വന്നത്? നമ്മൾ സൃഷ്ടിയിൽ കുടുങ്ങിപ്പോയി, ക്രിയേഷനിൽ കുടുങ്ങിപ്പോയി. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, ഈ ക്രിയേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭൂതകാലമാണ്, പാസ്റ്റാണ്. ക്രിയേറ്റ് ചെയ്തു, അതവിടെ ഉണ്ട്. നമ്മളതിനെ കെട്ടിപ്പിടിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഒരു പൈപ്പിലൂടെ പരിശുദ്ധമായിട്ടുള്ള ജലം ഒഴുകുമ്പോൾ ആ ജലത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് തന്നെ അതിൻ്റെ സൈഡിലൊക്കെ പിടിച്ചിട്ട് അവസാനം പൈപ്പ് തന്നെ ബ്ലോക്ക് ആവുന്നത് പോലെ അവസാനം വെള്ളം തന്നെ പോവാതെയാവും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ ഉയരണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മളുടെ അറ്റാച്ച്മെൻറ്റ്സ്, നമ്മൾ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്തുള്ള കാര്യങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ്സ്, യഥാർത്ഥത്തിൽ ആ ക്രിയേഷനെല്ലാം ഞാൻ തന്നെയായിരുന്നു, എൻ്റെ തന്നെയാണ്. സ്നേഹത്തോട് കൂടിയിട്ട് നമ്മളതിനെ ഉപയോഗിക്കേണ്ടതായിരുന്നു. ഇതിൽ നല്ലതും ചീത്തയൊന്നുമില്ല, എല്ലാം ഞാൻ എൻ്റെ സ്നേഹം മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയതാണ്. എൻ്റെ തന്നെ രൂപങ്ങളാണ് ഈ കാണുന്നതെല്ലാം. അപ്പം എല്ലാം നമ്മൾ സ്നേഹത്തോടെ കാണണം. ഞാൻ എൻ്റെ ക്രിയേഷനെ വെറുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ എന്നെ തന്നെ വെറുക്കുകയാണ്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിജി ഹിംസ ചെയ്യരുത് എന്ന് പറയുന്നത്. കാരണം വേറെ ആളെ നമ്മൾ ഹിംസിക്കുമ്പോൾ, വേറെ ആളെ വെറുക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഹിംസിക്കുന്നു, നമ്മളെ തന്നെ വെറുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു, കമ്പാഷനോട് കൂടിയിട്ട് നമ്മൾ എല്ലാം ചെയ്യുക. കമ്പാഷൻ അതിർവരമ്പുകൾ ഇല്ലാതെയാക്കുന്നു. അമ്മ കുട്ടിയെ സ്നേഹിക്കുമ്പോൾ അത് കമ്പാഷനിൽ അപ്പുറമാണ്, അതിർവരമ്പുകളില്ല. കുട്ടിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അത് അമ്മയ്ക്കും ഫീൽ ചെയ്യുന്നു. അതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ചരാചരങ്ങളുടെയും ഫീലിംഗ് നമ്മൾ ഉൾക്കൊള്ളുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിലെത്താനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ തന്നെ നമ്മുടെ ക്രിയേറ്റഡ് ആയിട്ടുള്ള പാസ്റ്റിനെ സ്നേഹം കൊണ്ട് നിറയ്ക്കണം. കോൺഷ്യസ് തലത്തിൽ പെരുമാറ്റത്തിലും നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത, ബോധത്തിൽ നമുക്ക് മാറ്റാൻ പറ്റാത്ത നമ്മൾ ഉള്ളിൽ സൃഷ്ടിച്ചിട്ടുള്ള പേഴ്സണാലിറ്റീസ് നമ്മൾ ശുദ്ധീകരിക്കുക. ഇപ്പോൾ ക്ലീനിങ്ങിനെ പറ്റി നമ്മൾ പറഞ്ഞു, അവിടെ ശുദ്ധീകരണത്തിന് നമ്മളെ സഹായിക്കുന്ന എന്താണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. നമ്മൾ അതിൽ ഒരു ഡിവൈൻ ഗ്രേസ് ഹൃദയത്തിൽ നിറയുന്നതായും സർവ്വകോശങ്ങളെയും ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ എന്നാണ് പറഞ്ഞത്. ആ ഡിവൈൻ ഗ്രേസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ അതിലേക്ക് വരുമ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള സ്നേഹത്തിൻ്റെ ആ ഫ്ലോ ആണ് ശരിക്കും ആ ഗ്രേസ്. അതാണ് നമ്മൾ ഇതുവരെ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്തിരിക്കണം. ആ കണക്ഷനാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ അനുവദിക്കുന്നത്. ഈ കണക്ഷൻ എങ്ങനെയാണ് ലഭിക്കുക? അതാണ് ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ സിസ്റ്റം നമുക്ക് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരുന്നത്. അതിനാണ് പ്രാണാഹുതി എന്ന് പറയുന്നത്, ട്രാൻസ്മിഷൻ. ആ സ്നേഹം നമ്മളിലേക്ക് നിറയുന്നു. അതിന് മാധ്യമമായിട്ടുള്ള ഈ തരത്തിലുള്ള അഹംബോധത്തിൻ്റെ അതിർവരമ്പുകളെല്ലാം മറികടന്ന് ആ സ്രോതസ്സിൽ മെർജ് ചെയ്തിട്ടുള്ള ഒരു ഗുരുനാഥൻ, ഒരു മാസ്റ്റർ. അമ്മ കുട്ടിയെ സ്നേഹിക്കുന്നതിനേക്കാളും എത്രയോ മടങ്ങ് സ്നേഹം നമ്മളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു മാസ്റ്റർ, ഗുരുനാഥൻ. ഇത് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ യാത്രയിൽ മെഡിറ്റേഷൻ തുടങ്ങണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെയൊരു സിമ്പിളായിട്ട് ലളിതമായിട്ട് സിസ്റ്റമാണ്, ചിലവുകളൊന്നുമില്ല. നമ്മൾ വില്ലിങ് ആയാൽ മതി. എനിക്ക് മാറണം, എനിക്ക് ആ അതിർവരമ്പുകളില്ലാതെ ഈ ജീവിതത്തിൽ പൂർണ്ണത കൈവരിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള വർക്കൊക്കെ പെർഫെക്റ്റ് ആവുന്നു, നമ്മൾ ഒരു തരത്തിലും മോശമാവുന്നില്ല. ഇപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ലോകം വിട്ടു പോവുകയാണ്. ലോകം വിട്ടു പോകരുത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ വ്യക്തമായി പറയുന്നുണ്ട്, ലോകത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളിത് കാണിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമ്മൾ പെർഫെക്ഷനിലെത്തിയെന്ന് അറിയുള്ളൂ. ഇവിടെ നിന്ന് അനുഭവിക്കാത്തൊരു പെർഫെക്ഷൻ വേറെ എവിടെയില്ല. എന്ത് ജോലി തന്നെ ആയിക്കോട്ടെ, ആ പെർഫെക്ഷൻ നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലോ നമുക്ക് ലഭിക്കേണ്ട ആവശ്യമുണ്ട്. അതിബോധ മനസ്സിനും അപ്പുറമുള്ള, സൂപ്പർ കോൺഷ്യസിനും അപ്പുറമുള്ള ആ സ്രോതസ്സിൽ നിന്ന് വരുന്ന ആ സ്നേഹത്തിൻ്റെ ഫ്ലോ, അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. എല്ലാവരെയും ഈ ഒരു സ്നേഹത്തിൻ്റെ ഫ്ലോയിലേക്ക്, സഹജമാർഗത്തിൻ്റെ ഗുരുനാഥൻ നൽകുന്ന
ട്രാൻസ്മിഷൻ സ്വീകരിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. പ്രാക്ടീസ് തുടങ്ങാൻ ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വഴികൾ ഉപയോഗിക്കാം. അപ്പോൾ അടുത്ത സെഷന് മുമ്പ് എല്ലാവരും ഇൻട്രൊഡക്ഷൻ സിറ്റിങ്സ് എടുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.